ഹായ് ഗായ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. മാമി വ്ളോഗിൽ കയറണമെങ്കിൽ വന്നോ. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. ഇന്ന് ഞങ്ങളുടെ 4th സെമ്മിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് ആണ് കേട്ടോ. ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഇന്നത്തെ ഈ ഒരു ദിവസം തൊട്ട് ഞങ്ങളുടെ ദിവസം പോകണമെന്നറിയില്ല. അപ്പോൾ നമ്മൾ നാട്ടിൽ പോകാനാവും. ഓക്കെ, അതാണ് എൻ്റെ മനസ്സിൽ. കുറച്ചും കൂടി കഴിഞ്ഞാൽ നാട്ടിൽ പോകാനായാലും ഈ സെമ്മും കൂടി കഴിഞ്ഞാൽ നമുക്ക് പോകാമല്ലോ. ഇത് ജസ്റ്റ് ഫസ്റ്റ് ക്ലാസ്സിന് മാത്രമേ ഉണ്ടാവൂ. കാരണം ഈ ക്ലാസ്സിലൊന്നും പഠിച്ചിട്ട് പോകാനൊന്നുമില്ല. ഇനി തൊട്ട് എല്ലാ ക്ലാസ്സിലും ബയോകെമിസ്ട്രി. ഈ വീക്ക് നമ്മൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോവും. പിന്നെ അടുത്ത വീക്ക് തൊട്ട് ഒന്നുമില്ല, പഠിക്കാൻ പോവാ. ഇങ്ങനെ പഠിച്ചോണ്ടൊക്കെ നടക്കാം. വെറുതെ പറഞ്ഞ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. എന്നാലും പഠിക്കേണ്ടായിരുന്നു. എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ചോദിക്കും. എനിക്ക് അത് ഇഷ്ടമല്ല. ആർക്കും അത് ഇഷ്ടമല്ല. കണ്ടോ, പുറത്തൊക്കെ നല്ല പച്ചപ്പൊക്കെ ഇല്ലേ. നമ്മളെ തണുപ്പൊക്കെ പോയി കുറഞ്ഞു വന്നു. നല്ല സുഖം. ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോവാം. അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ഇടുവാണെങ്കിലും അതിൻ്റെ മേലെ ജാക്കറ്റ് ഇടണം. അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. കണ്ടോ, ഞാൻ ഇതിൻ്റെ നോർമൽ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. അത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും നാട്ടിലൊക്കെ എന്തൊരു സുഖമാണെന്ന്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ്. മാമീന് എന്തൊരു സ്പെഷ്യാലിറ്റി. മാമീനെ ശ്രദ്ധിച്ചു എല്ലാവരും. കണ്ടോ, ഞാൻ സ്പെക്സ് നിൽക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ല ബാക്കിലുണ്ട്. ഈ കണ്ണ് കണ്ടില്ലെങ്കിൽ വേണ്ടില്ല. ഞാൻ സ്പെക്സ് എന്നിട്ട് വരികയാണ് പറയും അത് ആ മനുഷ്യനാണ് പോണത് കേട്ടോ. ഇതിൻ്റെ അടുത്ത് ചിരിക്കേണ്ടോ പോലും എനിക്കറിയില്ല. എന്നിട്ട് ഞങ്ങൾ അന്ത വിട്ടൊക്കെ നിൽക്കും. പിന്നെ അടുത്ത് വരുമ്പോൾ ഇതാ മുഖച്ച് നോക്കി ചോദിക്കും ഇതാരാ ഇവരാരോടെയും സംസാരിക്കണേ. പിന്നെ എനിക്ക് മനസ്സിലാവും ഇത് ഞാൻ അറിയണ കുട്ടിയാണ്. ഇതൊക്കെയാണ് ഇവള് ചിരിക്കാത്തത്. ഇപ്പൊ നിങ്ങൾ റിയൽ ലൈഫിൽ ഇവളെ അറിയുന്ന ഒരാള് ഇവള് ചിരിക്കുന്നില്ലെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് അവള് കാണാനായിട്ടാണ്. അല്ലാണ്ട് നിങ്ങളോടൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവള് കണ്ടു കാണും. എല്ലാവരും അങ്ങനെ പറയും. പിന്നെ ഫസ്റ്റ് കാണുമ്പോൾ ഈ പെണ്ണിനെന്തോ ജാടിയാണ്, ഈ പെണ്ണെന്ത് ഇങ്ങനെ എന്ത് മൈൻഡ് ചെയ്യാത്ത കുറച്ചൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. ഞാൻ പെട്ടെന്ന് ഒരാളായിട്ട് കമ്പനി ആവുന്നില്ല. എനിക്ക് കുറേ സമയം എടുത്തിട്ടേ ഞാൻ കമ്പനി ആവുള്ളൂ. ഞങ്ങളൊരു മീറ്റപ്പിന് ഇവിടെ പരിചയപ്പെട്ടു. നിങ്ങൾ കേൾക്കണം ഗൈസ്. പരിചയപ്പെട്ടു. എന്നിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ ഈ പട്ടിനെ എന്ത് വിളിച്ചിട്ടോളൂ വരുന്നില്ല. ഞാൻ വരുന്നുണ്ടായിരുന്നില്ല. അവൾ ഒറ്റയ്ക്ക് അവിടെ പോയി ബാക്കിലിരുന്ന് ഞങ്ങൾ ഇവിടുന്ന് അതെന്താന്ന് വെച്ചാൽ ഇവര് എനിക്ക് പെട്ടെന്ന് എനിക്ക് അങ്ങനെ പറ്റില്ല. എനിക്ക് ആ മൊമെന്റിക്ക് ഓർമ്മയുണ്ട്. മാമിക്ക് ഇന്നൊരു വിഷമായി. മാമി ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ എക്സ്ട്രോവേർട്ട് മനുഷ്യൻ. എല്ലാവരും ഭയങ്കര ഒരാൾ ഒരു കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കണ മാമിക്ക് സഹിക്കില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടം. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നു. ഓളെന്നിട്ട് ഞാൻ വന്ന് വിളിച്ചപ്പോൾ കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് ഞാൻ പറഞ്ഞു. ഇതിന് വിളിച്ചിട്ടൊന്നും വരുന്നില്ല. അയ്യോ ഇനിയിപ്പോൾ ഇവക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടായിട്ടാണോ എന്നില്ല ഞാൻ ആലോചിച്ചു. പക്ഷേ അല്ല, അതൊരു വിചിത്രമായ അന്ന് മാത്രമേ ഞാൻ വാഴ തിന്നിട്ടുള്ളൂ. പക്ഷേ പിന്നെ ഞാൻ തുറന്നുകൊണ്ട് നിന്നിട്ട് എപ്പോഴും ഇവിടെ മിണ്ടി തുടങ്ങുന്ന വരെ അവൾ അത് ഉണ്ടാവുള്ളൂ. മിണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര വലിയ കൂത്തരാന്ന് തന്നെ അറിയുള്ളൂ. ഞാൻ പിന്നെ ഭയങ്കര സംസാരം. ഈ വീഡിയോയിൽ കാണാൻ പോലും ഒന്നല്ല. ഞാനൊരാളെ പൂ കാണിച്ചു കൊടുക്ക്. നല്ലൊരു പൂ ഞാൻ കാണിച്ചുതരാം. ഇരുപതിനാണ് നമുക്ക് ക്ലാസ്. ഇപ്പൊ 2:10 എനിക്ക് ചൂടെടുക്കുക. ഇപ്പൊ വെയില്. ജനറൽ ഇൻഫർമേഷൻ പറയാം. UV ഇൻഡെക്സ് 2ന്റെ താഴെയാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പൊ 2ന്റെ താഴെയാണോ? ഇപ്പൊ 2ന്റെ താഴെ. ഞാൻ എന്തായാലും ഉട്ടയ്ക്ക് വെയിലടിക്കുമ്പോഴേക്കാണ് പ്രശ്നമാണ്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തുടങ്ങിയത് അങ്ങനത്തെ ശീലങ്ങളൊക്കെ. ഞാൻ സൺസ്ക്രീനേ ഇടുന്നില്ല ഒരു പോയിന്റില്. ഇപ്പോഴാണ് ഞാൻ സൺസ്ക്രീൻ വാങ്ങിച്ചത്. ഈ സാധനം UV ഇൻഡെക്സ് ആണ് നിങ്ങളുടെയൊക്കെ ഫോണിൽ എവിടെയെങ്കിലും ആയിട്ടുണ്ടാവും. അത് പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും 2ന്റെ മേലെ ആയിരിക്കും കേട്ടോ. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഒട്ടും ഇതില്ല. അപ്പോഴൊക്കെയാണ് കണ്ണൂർ നോക്കാം. അപ്പം ഒരിക്കൽ 0 വന്നിട്ടുണ്ട് മഴക്കാലത്ത്. ഞാൻ നോക്കില്ല. ഞാൻ വെതർ ആപ്പ് ഇവിടെ വന്നിട്ട് തുറക്കും. വീട്ടിൽ തുറക്ക പോലും ഇല്ല. സോ മെജോറിറ്റി സമയവും എന്തായാലും നമ്മുടെ നാട്ടിൽ 5ഉം 6ഉം ഒക്കെ ആയിരിക്കും UV ഇൻഡെക്സ്. പക്ഷെ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ 2ന്റെ താഴെയാണെങ്കിൽ നിങ്ങൾ 2ന്റെ താഴെയാണെങ്കിൽ സൺസ്ക്രീൻ ഇടണ്ട. ഞാൻ പക്ഷെ ഇട്ടിട്ടുണ്ട്. ഇത് WHO പറഞ്ഞ ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ലേ. ശരി
ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എൻ്റെ സ്പെക്സ് പോയി. എന്താ കച്ചൂരി? അത് ഞാൻ സാറിൻ്റെ ക്ലാസ്സിലും എന്നെ മനസ്സിലാക്കി. ഞാനല്ല മാമി സ്പെക്സ് വെച്ചിട്ടുണ്ട്. ഞാൻ ഊരി. ക്ലാസ് കഴിഞ്ഞു. എനിക്ക് തലവേദനയ്ക്കുണ്ട് ഇപ്പോൾ. കുറേ ദിവസത്തിന് ശേഷം ഇന്നാണ് ക്ലാസ്സിൽ പോണത്. എന്നിട്ടൊരു പ്രോപ്പർ ക്ലാസ് ഒക്കെ കിട്ടി. അപ്പം നമ്മൾ കുറേ പഠിപ്പിച്ചു. കുറേ പഠിപ്പിച്ചു. മതിയായി. ഇത്രയും ദിവസം എനിക്ക് റൂമിൽ നിന്നിട്ട് ബോറടിക്കുന്നത്. ഞങ്ങൾ വിചാരിക്കാം എന്താ ക്ലാസ് തുടങ്ങാത്ത ബോറടിക്കുക അങ്ങനെയായിരുന്നു. ഇപ്പം തീരുമാനമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇയാളെന്താ ക്ലാസ് നിർത്താൻ അങ്ങനെ ഞാൻ വിചാരിച്ചത്. പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ ശരിക്കും മനസ്സിലാച്ചു മതി. ഒരു ടോപ്പിക് കഴിയുമ്പോൾ സാറ് പറയണ്ടേ നിർത്തണമെന്ന്. നെക്സ്റ്റ് ദിസ് ടോപ്പിക് പറയുമ്പോൾ ഇതെപ്പോഴാണ് കഴിയല്ല. ഇന്റർവെൽ അവരൊക്കെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, എസ്തറ്റിക് ഉണ്ട്. ഇതൊരു എസ്തറ്റിക്കാണ്. അറിയോ വീഡിയോയിലൊക്കെ തന്റെ ഫുഡ് ഫിറ്റിഷ് ഉള്ള ആൾക്കാർ ആ വീഡിയോ